ഇത് കണ്ട ഞങ്ങളെ വീട്ടിലെ മാങ്ങ മൂത്തിട്ടുണ്ട് കേട്ടോ. മാങ്ങ ഞങ്ങൾ മാങ്ങ പറിക്കാൻ പോവുകയാണേ. ഇത് ഫസ്റ്റ് ടൈം ഉണ്ടായ മാങ്ങയാണ്. ഇത് ഒട്ടുമാവില്ലേ അങ്ങനത്തെ മാങ്ങയാട്ടോ. പക്ഷെ ഇത് പഴുത്താൽ എങ്ങനെയാണെന്നോ എന്താവുന്നൊന്നും അറിയില്ല കേട്ടോ. ഇത് കണ്ടോ ഇങ്ങനെ കറ ഇങ്ങനെ ആയിട്ട് മഴ പെയ്തിട്ട് ഈ ഇതിന് ചുറ്റും ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോന്ന് പറക്കുക. ഇങ്ങനെ കാണാനൊക്കെ അടിപൊളി ഉണ്ടല്ലേ. പറക്കുക ഇങ്ങനെ താഴത്ത് നിന്നിട്ട് ഇങ്ങനെ മാങ്ങ അല്ലാതെ മാവിന്റെ മുകളിലാക്കും ഇങ്ങനെ മാവിന്റെ മുകളിലേക്ക് കയറണ്ടേ. നല്ല സന്തോഷമുണ്ട് ഇങ്ങനെ പറക്കുമ്പോ കേട്ടോ. നോക്ക് മാങ്ങ മക്കൾക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാല് ഓർക്ക് പറിക്കാനാവായിട്ട് ഞാൻ കൊടുക്കൂട്ടോ ഓർക്ക് പറിക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാരും നോട്ടിട്ട് വെച്ച മാങ്ങയാട്ടോ. എന്താ വെച്ചാൽ വഴി കൂടെ പോകുന്നോട് തന്നെ ആനെക്കൊണ്ട് കണ്ട മാങ്ങ. ഇതാണ് കേട്ടോ ഏറ്റവും വലിയ മാങ്ങ. ഇതിന്റെ മുകളിലുള്ളത് വലിയ മാങ്ങ കേട്ടോ. ഇത് കണ്ടോ ഈ പറിച്ചു വെച്ച മാങ്ങയൊക്കെ അത് ഒരു ഇടത്തരം മാങ്ങ. ഇത് വലിയ മാങ്ങയാണ് കണ്ടോ. ഈ മാങ്ങേന്റെ പേരറിയെങ്കിലും പറയണം. ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. ഇതെന്താ വെച്ചാൽ ഒട്ടുമാവ് ആയതിനെക്കൊണ്ട് ഇത് ഏതാ മാങ്ങ എന്നുള്ളത് അറിയൂല കേട്ടോ. എന്തായാലും പഴുത്താലേ ഇതെന്താണെന്ന് പേരറിയുള്ളൂ. ചെറിയ മാവാട്ടോ അത്. കൊലകൊലയായിട്ട് കിടക്കുന്ന പുഴുവൊന്നും ഇല്ലാതിരുന്നാ മതിയായിരുന്നു. പുഴുണ്ട്. മഴ പെയ്താനെ കൊണ്ട് പുഴുണ്ടാകും എന്നൊരു സംശയമുണ്ട്. എന്നാലും മക്കളൊക്കെ ചോദിച്ചിട്ട് പറിക്കാൻ ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ മാങ്ങ. എന്നാലും ഒരു കാണാതെ പറിച്ചിക്കും തോന്നും കേട്ടോ. ഇനി എനിക്ക് എത്തുന്നില്ല. ഇനി മക്കൾക്ക് കൊടുക്കട്ടെ കേട്ടോ. ഇനി അത്രയല്ലേ ഉള്ളൂ. മാങ്ങ കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇത് വഴിയിലേക്കായിട്ട് ഞങ്ങൾ കെട്ടിട്ടത് ഓർമ്മ ഉണ്ടോ? മരം മോനെ കയറ്റിയിട്ട് ഇങ്ങോട്ട് മുറ്റത്തേക്ക് ആക്കി വഴിയിലേക്ക് ആയതുകൊണ്ടേ വഴിക്കോട് പോകുന്നവര് പറക്കി വിചാരിച്ചിട്ട് മാവിൻ്റെ ഉള്ളിൽ കയറുക കേട്ടോ പറിക്കാൻ വേണ്ടിയിട്ട്. ചെറിയൊരു മാവാട്ടോ ഇത്. ചെറിയ മാവ് ചെറിയ മാവ്. ഞാൻ കണ്ടില്ലേ കൈ കൊണ്ട് പറിക്കുന്നു അത്രയേ ഉള്ളൂ. പക്ഷേ ഇതോൻ്റെ ആഗ്രഹത്തിന് മാവിൻ്റെ മുകളിൽ കയറിയിട്ടും പറിക്കാന്നുള്ളതാണ് കേട്ടോ. പ്രിൻ്റ് അതൊന്നും കൂടി വാങ്ങിക്കോ. നിലത്തേക്ക് വെച്ചാൽ അവിടേക്ക് തന്നെ. അതെടുത്ത് വെച്ചിട്ട് വീഴല്ലേ. ഞാൻ താഴേക്ക് വെച്ചിട്ട് ഞാൻ മതി പോരാ. ഈ കറയൊക്കെയാണ് കേട്ടോ പോക്കുന്നത്. ചൊനല്ലേ നമ്മൾ പൊട്ടിക്കുമ്പോണ്ടാകുന്ന ചൊന അത് പൊട്ടിച്ച് ഇതാക്കിയിട്ട് നല്ലോണം
തുടച്ചിട്ട് വെക്കുക, അല്ലാണ്ട് അവിടെ ഒരു ഇതുപോലെ വരും കേട്ടോ. ഇതിലൊന്നും പിന്നെ അങ്ങനെയല്ല, നല്ല മൂത്തതാണെന്ന് തോന്നുന്നു ഇതൊക്കെ കേട്ടോ, എല്ലാം മൂത്തതാണെന്ന് തോന്നുന്നു. പക്ഷെ എല്ലാം ഒരേ സൈസ് ഒന്നല്ല കേട്ടോ, ചെറുതും വലുതും ഒക്കെ ആയിട്ടാണ് എല്ലാം. കുറച്ച് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കേട്ടോ, അനിയത്തി വരും, അനിയത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് അത് പറിച്ചിട്ടില്ല. നീ വേണമെങ്കിൽ അമ്മ വന്നിട്ട് വേണമെങ്കിൽ പറിക്കുക, അറിയത്ത് കയറൂലേ ദേഷ്യ. അത് എന്താ പറയുക, ഓന് ഫുള്ള് മാങ്ങ പറിക്കാൻ കിട്ടാത്ത ദേഷ്യം, അതാണ് പ്രശ്നം. അമ്മ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് വീടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കാൻ ഓരോ മാങ്ങ വെച്ചിട്ടാട്ടോ ഓരോ വീട്ടിൽ കൊടുക്കുന്നത് വെച്ചാൽ ഇത്രയേ ഉള്ളൂ മാങ്ങ. പിന്നെ അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിലും പിന്നെ പെങ്ങന്മാരുടെ വീട്ടിലൊക്കെ കൊടുക്കാം, പിന്നെ ഞങ്ങൾക്കും എടുക്കണം. ഇത് രണ്ടാമത്തെ ട്രിപ്പ് കൊണ്ടുപോകണം. ഇത് ഞങ്ങളെ മുന്നത്തെ പുരയിലൊക്കെ കൊടുക്കാൻ പോകാൻ കേട്ടോ. ഫസ്റ്റത്തെ ട്രിപ്പ് ഭാഗത്തേക്കാട്ടോ കൊടുത്തത്, രണ്ടാമത്തെ ട്രിപ്പ് ഈ ഭാഗത്തേക്ക്. എൻ്റെ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അങ്ങനെ മക്കൾ ഇതിൻ്റെ മുകളിൽ കൊന്നമരത്തിൻ്റെ മുകളിൽ ഒരു ഷെഡ് പോലെ ഉണ്ടാക്കി അതിൽ നിൽക്കട്ടെ. ഒരു പറയുന്നുണ്ട് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഷീറ്റ് വലിച്ചു കെട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നത്തോടെ ഉള്ളൂ കേട്ടോ ഇതൊക്കെ, നാളെ തൊട്ട് സ്കൂൾ തുറക്കാനായില്ലേ. ഓരോ കളിയും ചിരിയൊക്കെ ഇതോടുകൂടി അവസാനിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്ന. അടുത്ത വീഡിയോ വരുന്നവരേക്കും ബായ്.